ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് സ്പോർട്സ് ഗൈസ്. അങ്ങനെ നമ്മുടെ ISL തുടങ്ങാൻ ഗൈസ്. ഏതാണ്ട് ഇനി 2 മാസം എന്തോ ഇല്ലു. സെപ്റ്റംബർ 4 നമ്മുടെ ISL സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ ട്രാൻസ്ഫേഴ്സ് ഗൈസ് നമ്മളിപ്പം ISL ക്ലബ്സിൽ നിന്ന് അറിയുന്നത്. കുറെ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നുണ്ട് ഓരോ ക്ലബ്സിലായിക്കോട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലബ്സിലാണ് ഇപ്പൊ അധികം ട്രാൻസ്ഫർ റൂമേഴ്സ് ഒക്കെ കിട്ടുന്നത്. ഇപ്പൊ ചെന്നൈയിൻ FC ഒഡീഷ FC ഒക്കെ ട്രാൻസ്ഫേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ട്രാൻസ്ഫേഴ്സ് റൂമേഴ്സും പിന്നെ എന്താ പറയാ ട്രാൻസ്ഫേഴ്സ് ആണ് പറയാൻ പോകുന്നത്. എന്ത് ട്രാൻസ്ഫേഴ്സ്, ഉറപ്പായ ട്രാൻസ്ഫേഴ്സും പിന്നെ കുറച്ച് റൂമേഴ്സും ആണ് ഇപ്പം കറിയാൻ കളിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെയൊക്കെ അറിയിക്കാനാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ്, സ്പോർട്സ് ആയിട്ടുള്ള റിലേറ്റഡ് ആയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്കും ചെയ്ത വീഡിയോ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാഗ്നസ് സ്പോർട്സ് നമ്മളെ ക്ലബ്ബ് വെക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ലുലുവിന്റെ മറ്റേ അവരില്ല ആ ടീംസ്, പിന്നെ നമ്മളെ SLKയിലെ കുറച്ച് ക്ലബ്സ്, അങ്ങനത്തെ അവർക്കൊക്കെ താല്പര്യം ഉണ്ട് എന്ന് പറയാൻ കഴിഞ്ഞേ. ആരെങ്കിലും വാങ്ങിയിരുന്നത് രക്ഷപ്പെട്ടാലും കാര്യം പറയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ ട്രാൻസ്ഫേഴ്സിലേക്ക് കിടക്കാം. കുറച്ച് റൂമേഴ്സും ഉണ്ട്, പിന്നെ ഡൺ ഡീൽസും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ വെച്ചാൽ ഡാനിഷ് ഫാറൂഖ് കഴിക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡറായ ഡാനിഷ് ഫാറൂഖിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കുറെ നാൾ ഉണ്ടായിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ലാത്തൊരു പ്ലെയറും കഴിക്കായിരുന്നു. ആ താരത്തെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ സീസണിൽ ഇന്റർ കാശിക്ക് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു പ്ലെയറും കഴിക്കാണ് ആൽഫ്രഡ് പ്ലാനസ് പറഞ്ഞ പ്ലെയർ, നമ്പർ 7 ഇന്റർ കാശിയിലെ. ആ പ്ലെയറെ പഞ്ചാബ് FC സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചാബ് FCന്റെ കോച്ചായ ഡിൻ പെരീസ് മോഹൻ ബംഗാളിലേക്ക് പോയിട്ടുണ്ട്. മോഹൻ ബംഗാളിലെ സെർജിയോ ലെബേറ ഇപ്പം ഫ്രീ ഏജന്റ് കഴിക്കുകയാണ്. പഞ്ചാബ് FCയിലെ ഡിൻ പെരീസിനെയാണ് മോഹൻ ബംഗാൾ സൈൻ ചെയ്തത്. പിന്നെ നമ്മുടെ അന്റോണിയോ ലോപ്പസ്, പണ്ട് മോഹൻ ബംഗാളിലെ കോച്ചും പിന്നെ ഇന്റർ കാശിയിലെ കോച്ചുമായ അന്റോണിയോ ലോപ്പസിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുംബൈ സിറ്റി FCയുടെ മെയിൻ ഗോൾ കീപ്പറായ പൂർബ ലച്ചൻപേനെ സൈൻ ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ FC. ഈസ്റ്റ് ബംഗാൾ FC ഏതാണ്ട് 2 വർഷത്തെ കോൺട്രാക്റ്റിൽ നിന്നാണ് സൈൻ ചെയ്തത്. നല്ല ഗ്രേറ്റ് ഗോൾ കീപ്പർ കഴിക്കാണ് ലച്ചൻപ. പിന്നെ നമ്മുടെ FC ഗോവയിലെ വിങ്ങറായ അബ്ദുൾ റബീഹിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സൈൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2 വർഷത്തെ കോൺട്രാക്റ്റിൽ എന്തുവാണ് സൈൻ ചെയ്തത്. പിന്നെ പഞ്ചാബ് FCക്ക് ഒരു സ്പോർട്ടിംഗ് ഡൽഹി പ്ലെയറായ അലക്സജീനെ താല്പര്യമുണ്ട് സൈൻ ചെയ്യാൻ. ആ മിക്കവാറും സൈൻ ചെയ്യാൻ സാധ്യത കൂടുതൽ. സ്പോർട്ടിംഗ് ക്ലബ്ബ് വിട്ടുകൊടുക്കാൻ കാത്തിരുന്നതാണ്. പിന്നെ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ഫ്രാഞ്ചുവിനെ ഇപ്പൊ FC ഗോവ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. നല്ലൊരു എന്താ പറയാ സീസണിന്റെ പകുതിക്ക് വന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച താരം കഴിക്കായിരുന്നു ഫ്രാഞ്ചുവിനെ. അങ്ങനെ സ്വാഭാവികം FC ഗോവ സൈൻ ചെയ്തു. നമ്മൾ പിന്നെ വിൽക്കാനല്ലേ, നമ്മളെ കൊണ്ട് സൈൻ ചെയ്യാനാവിലേക്ക് വിൽക്കാനാണോ. പിന്നെ നമ്മളെ FC ഗോവയിലെ ഗ്രേറ്റ് വിങ്ങറായ നല്ല എന്താ പറയാ എക്സ്ട്രാ ടാലന്റ് ആയ നമ്മളെ ബ്രൈസൺ ഫെർണാണ്ടസിനെ ചെന്നൈയിൻ FC വാങ്ങിച്ചിട്ടുണ്ട്. താരത്തിന് വേണ്ടി ഈസ്റ്റ് ബംഗാളും മോഹൻ ബംഗാളൊക്കെ നല്ലോണം ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ താരം തിരഞ്ഞെടുത്തത് ചെന്നൈയിൻ FC കഴിക്കാണ്. പിന്നെ മുംബൈ സിറ്റി FCയുടെ ക്യാപ്റ്റൻ ലാലിയ സുബാല ജാങ്തേനെ മോഹൻ ബംഗാൾ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യലായി വന്നില്ല. മുംബൈ സിറ്റി FC വിട്ടിട്ടുണ്ട് താരം എന്തായാലും മോഹൻ ബംഗാളിലേക്ക് തന്നെയാണ് ഇപ്പൊ റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നത്. പിന്നെ FC ഗോവ ഒരു പുതിയൊരു മിഡ്ഫീൽഡറും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. അലക്സ് വെല്ലഗോ എനിക്ക് താരത്തിന്റെ പേര്, സ്പാനിഷ് മിഡ്ഫീൽഡറും കഴിക്കാണ്. പിന്നുള്ളത് വെച്ചാൽ രോഹിത് ദാനു, ഇന്റർ കാശി FCക്ക് വേണ്ടി കളിച്ച രോഹിത് ദാനിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ FC. പിന്നെ ബാംഗ്ലൂർ FCക്ക് വേണ്ടി കളിച്ച നാംഗ്യാൽ ബൂട്ടിയെ സൈൻ ചെയ്തിട്ടുണ്ട് ചെന്നൈയിൻ FC. ഒരു നല്ല സൈനിങ് ആണെന്ന് പറയാൻ പറ്റും. ചെന്നൈയിൻ FC ഒക്കെ ഇപ്പൊ നല്ല നല്ല പ്ലേയേഴ്സ് നോക്കി സൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒഡീഷ FC തങ്ങളുടെ സൈനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലത്തെ കുറച്ച് ക്ലബ്സ് സൈനിങ് ഒക്കെ ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കളിക്കുവാൻ ഭയങ്കര ഡൗട്ട് തന്നെയാണ്. പിന്നെ രോഹിത് കുമാർ എന്നൊരു ഒഡീഷ FCയുടെ പ്ലെയർ ഉണ്ടായിരുന്നു, അവരെ ഈസ്റ്റ് ബംഗാളും സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെന്നൈയിൻ FCയുടെ വിങ്ങറായ ഇമ്രാൻ ഖാനെ ഒഡീഷ FC സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒഡീഷ FC നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങറായ നിഹാൽ സുധീഷിനെ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ FC ഗോവയുടെ പ്ലെയറായ പോൾ മൊറീനോ പ്ലെയർ ഇപ്പം ഫ്രീ ഏജന്റ് കഴിക്കാണ്. താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് ടോക്സ് ഈസ്റ്റ് ബംഗാൾ FC ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് ആയ മുഹമ്മദ് സഹീഫിനെ ചെന്നൈ FC സൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ലാദി രജാരെ കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ ഗോൾഡൻ ബോളൊക്കെ നേടിയ താരമായിരുന്നു. കഴിഞ്ഞ സീസണിൽ ലോണിൽ ഒരു ഇന്റർനാഷണൽ ക്ലബ്ബിൽ പോയി താരം തിരിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയിലേക്ക് വന്നിട്ടുണ്ട്. താരം ഈ വരാൻ പോകുന്ന ഡൂറന്റ് കപ്പിലൊക്കെ കളിക്കുന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൂറന്റ് കപ്പിൽ വളരെ എന്താ പറയുക വളരെ കുറച്ച് ISL ക്ലബ്സ് ഈ പ്രാവശ്യം കളിക്കുന്നില്ലു. പിന്നെ ഉള്ളത് വെച്ചാൽ നമ്മളെ അലക്സാണ്ടർ കോയഫ്, മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ വേണ്ടി കളിച്ചൊരു പ്ലെയർ കഴിക്കാൻ അലക്സാണ്ടർ കോയഫ് താരത്തെ
സജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമുണ്ട്. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്ക് താല്പര്യമുണ്ടെന്നായി പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കുറച്ച് റൂമേഴ്സും ട്രാൻസ്ഫേഴ്സും ഒക്കെ. ഇതിന്റെ ഒരു പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ആക്കിയായിരുന്നു. അത് കാണാൻ തന്നെ വേഗം ചെക്കൗട്ട് ചെയ്യുക. അത് മറ്റു കൂടുതൽ ട്രാൻസ്ഫേഴ്സും അതിൻ്റെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിലുള്ള വെന്യൂ എന്തെങ്കിലും ഇങ്ങനത്തെ ട്രാൻസ്ഫേഴ്സ് റൂമേഴ്സോ ISL അപ്ഡേറ്റ്സോ ഒക്കെ ആയിട്ട് വരാം. ബൈ ബൈ, സബ്സ്ക്രൈബ് ചെയ്യണേ.